എങ്ങനെയാണ് ഇതിനു മുമ്പ് ഇത്രയും പ്രായം കുറഞ്ഞ ഒരാൾ ഇങ്ങനെ നീന്തി കടന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് പ്രായം കുറഞ്ഞവർ നീന്തി കിടന്നിട്ടില്ല. ഇതാണ് ഏറ്റവും ചെറിയ, ഞാൻ പഠിപ്പിച്ചതിൽ ഈ 14-15 വർഷത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയെ നീന്തിക്കാൻ ഇപ്പോഴാണ് എനിക്ക് അവസരം കിട്ടിയത്. ഇത് 5 വയസ്സ് മാത്രമേ ഉള്ളൂ. മുഹമ്മദ് കെയ്സ് എന്നാണ് പേര്. ഇന്ന് 780 മീറ്ററാണ് കുട്ടി നീന്തി കാണിക്കാൻ പോകുന്നത്. കൈസ് റെഡിയായോ? റെഡിയാണ്. ഇന്ന് തകർക്കൂലേ നമ്മള്? MLA എന്ത് തോന്നുന്നു? 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. സത്യം പറഞ്ഞാൽ ഒരു അതിശയമാണ്. 5 വയസ്സുള്ള കുട്ടി 75 മീറ്റർ നീന്താന്ന് വെച്ചാൽ, 780 മീറ്റർ നീന്താന്ന് വെച്ചാൽ അതും അത്ഭുതം തന്നെയാണ്. സജി വാളാശ്ശേരിയാണ്, അറിയാലോ, നീന്തലിന്റെ രാജാവാണ്. ഇപ്പൊ എനിക്കും അഭിമാനം, എന്റെ നാട്ടുകാരാണ് ഈ കുട്ടി. എന്റെ സുഹൃത്ത് സുധീറിന്റെ മകനാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നു പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അപ്പൊ തന്നെ ഒരു അത്ഭുതത്തോടെ കേട്ടത്. എന്തായാലും അഭിമാനം തോന്നുന്നു. 780 മീറ്റർ നീന്തി മിടുക്കനായിട്ട് വരട്ടെ. നമുക്ക് ഭാവിയിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ ഒരു അഭിമാനമായി മാറും, ഒരു സംശയമില്ല. കഴിഞ്ഞ തവണ ഇവർ രണ്ടുപേരും വളശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബ്ബിൽ നിന്ന് തന്നെ നീന്തൽ പഠിച്ച ആളുകളാണ്. കഴിഞ്ഞ വർഷം ഇവർ രണ്ടുപേരും ഈ പെരിയാർ നീന്തി കടന്നവരാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 140ഓളം ആളുകളാണ് പെരിയാർ നീന്തി കടന്നത്. ഈ ക്ലബ്ബിൽ നിന്നും പരിശീലനം നേടി. നമ്മളോടൊപ്പം കുട്ടിയുടെ മാതാപിതാക്കളാണ് ചേരുന്നത്. ഇപ്പൊ എന്താണ് തോന്നുന്നത് ഈ ഒരു നിമിഷം? വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. എത്ര ഈ കുട്ടി പ്രാക്ടീസ് ചെയ്യുന്നു ഇവിടെ കറക്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ 3 മാസം. എത്ര നാളത്തെ പ്രാക്ടീസിന് ശേഷമാണ് ഇന്ന് ഇറങ്ങുന്നത്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്രോസിങ്ങിന് മുന്നായിട്ട് ഒരു ഹാഫ് ക്രോസിംഗ് ഉണ്ട്. സാധാരണ നമ്മൾ 4 എണ്ണമാണ് അത് ചെയ്യാറ്. കൈസ് ഇപ്പോൾ 9 എണ്ണം കഴിഞ്ഞു. പിന്നെ ഫുൾ ക്രോസിംഗ് ആയിട്ട് നമ്മൾ ട്രയലായിട്ട് ഒരു 3 എണ്ണം കൂടി ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി എന്നും 5:30 നീന്തൽ പഠിക്കാൻ വരും. അതിനുശേഷം 7:30 ഇവിടുന്ന് ഡ്രസ്സ് മാറി സ്കൂളിലേക്ക് പോകും. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നുവെച്ചാൽ ഒരു കുട്ടി ഇന്ന് പല കുട്ടികളും മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകണം, സമയമില്ല നീന്തൽ പഠിക്കാനെന്നുള്ള കാരണത്താൽ. അതിൽ നിന്ന് ഏറ്റവും വ്യത്യാസമായാണ് ഇന്ന് കേസിന്റെ പ്രകടനം കാണിക്കാൻ പോകുന്നത്. സ്കൂളിൽ പോയാലും കുട്ടികൾക്ക് രാവിലെ വന്ന് നീന്തൽ പഠിക്കാം. ഈ ചെറിയ കുട്ടിക്ക് ആലുവ പെരിയാർ നീന്തി കിടക്കാമെങ്കിൽ എല്ലാവർക്കും തന്നെ നീന്തൽ പഠിക്കാം, പെരിയാർ നീന്തി കിടക്കാം എന്നുള്ളത് തെളിയിക്കാൻ പോകുന്ന ദിവസമാണിന്ന്.